ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അമ്മ വീട്ടിൽ നിൽക്കുന്ന വിശേഷങ്ങളൊക്കെ കണ്ടാലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മഞ്ച് കൊണ്ട് തന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളത് മഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഇളയ മോൻ. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം കാണുന്നതുകൊണ്ടുള്ള എല്ലാ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് എൻ്റെ കൊച്ചച്ഛൻ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം കാണുന്ന കൊച്ചച്ഛനെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൊച്ചച്ഛൻ്റെ ഭാര്യയാണ് കേട്ടോ, രാധമ്മ. രാധമ്മേനെ കണ്ടപ്പോൾ രാധമ്മ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനലിലെ വിശേഷങ്ങളും ഓരോ കഥകളൊക്കെ രാധമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോയപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയും അവിയലും തോരനും ഒക്കെ വെക്കുകയാണ് കേട്ടോ, ഉച്ചത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ മാങ്ങ ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവനെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ വീഡിയോ എടുത്ത് നൈസായിട്ട് പറ്റിച്ചു കേട്ടോ. കൊച്ചല്ലേ. പിന്നെ അവിടെ ദേ പശുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ തൊഴുത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ പശുവിനെയൊക്കെ കണ്ടപ്പം നമ്മൾ കുറേ നാളുകൂടെയല്ലേ ഇങ്ങനെ കാണാം, അധികം ഇപ്പം നമ്മുടെ മിക്കവാറും വീട്ടിലില്ലല്ലോ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഗീതമ്മ, മാമി, അമ്മ, ജിറ്റ എല്ലാവരും അടുക്കളയിൽ നല്ല തകൃതിയുള്ള പണി നടക്കണം കേട്ടോ. കാരണം ഉച്ചത്തെ ഫുഡിന് വേണ്ടിയിട്ട് അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ അവിടെ അടുക്കളയിൽ നല്ല വേഗം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കുട്ടീസിന് അവിടെ ഒരു സമാധാനം കാരണം ചിക്കൻ എന്തായെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ തന്നെ ചെന്ന് എല്ലാവരും നോക്കണ്ടായിരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ്റെ പണി അത്യാവശ്യം കഴിയാറായിട്ടോ. ചിക്കൻ ഇങ്ങനെ അവസാനത്തെ പ്രിപ്പറേഷനിലൂടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ചിറ്റ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. 2 മണിയൊക്കെ സമയത്താണ്. അപ്പോൾ ചോറ്, അവിയൽ, മോര് കറി, അച്ചാർ അങ്ങനത്തെ സകല കറികളും അവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കും എൻ്റെ അനിയത്തിക്കും അതൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീശപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചത്, രാവിലത്തെ വീശപ്പം. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.